തിരുവനന്തപുരത്ത് വീണ്ടും വൻ കഞ്ചാവ് വേട്ട. ആക്കുളത്ത് നിന്ന് 1.5 കോടി രൂപയുടെ കഞ്ചാവാണ് പിടികൂടിയത്. പാഴ്സൽ ലോറിയിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 പേരെ അറസ്റ്റ് ചെയ്തു. തുടർച്ചയായ 2ാം ദിവസമാണ് തിരുവനന്തപുരത്ത് വൻതോതിൽ കഞ്ചാവ് പിടികൂടുന്നത്. ഇന്നലെ തച്ചോട്ടുകാവിൽ നിന്ന് 400 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ആ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്കുളത്തെ പരിശോധന. ആന്ധ്രയിലെ രാജമന്ത്രി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ കഞ്ചാവ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലും ആന്ധ്രയിലും ബേസ് ചെയ്ത് നിൽക്കുന്ന ചില ചെറുപ്പക്കാരായ ക്രിമിനൽസാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് സാധാരണ ഇപ്പോൾ ഈ ഒരു ഇത് കിലോയ്ക്ക് ഏകദേശം 50,000 രൂപ വരെയാണ് കിലോയ്ക്ക് ഇവിടെ ചില്ലറ വിൽപ്പനക്കാർക്ക് നൽകുന്നത്. ആന്ധ്രയിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് കഞ്ചാവ് കൊണ്ടുവരുന്നത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഇടനിലക്കാരുടെ പ്രവർത്തനം. തിരുവനന്തപുരം, ശ്രീകാര്യത്തും കവടിയാറുമുള്ള ചിലരാണ് ഇവിടത്തെ പ്രധാന കച്ചവടക്കാർ. കാരിയർമാരായും കച്ചവടത്തിനും ഉപയോഗിക്കുന്നത് യുവാക്കളെയാണ്. 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെയാണ് കഞ്ചാവ് കടത്തിന് ഇവർക്ക് നൽകുന്ന പ്രതിഫലം. 20 കിലോയിലധികം കഞ്ചാവ് കടത്തിയ കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ ശിക്ഷ 20 വർഷം വരെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.